സ്വന്തം ഭാഗം 90. ഞങ്ങൾ ഇനി നാട്ടിലേ നിൽക്കൂ. ഞങ്ങളുടെ ഇനിയുള്ള കാലം അവിടെ ആയിരിക്കണം എന്നുള്ള വാശിയൊന്നുമില്ല രണ്ടുപേർക്കും. ഇപ്പോഴും നല്ല റൊമാൻറ്റിക് കപ്പിൾസാണ്, ശ്രീദേവ് പറഞ്ഞു. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ തോളിൽ തട്ടി. അവളും ഒന്ന് പുഞ്ചിരിച്ചു. ശരിയാണ്, മുത്തച്ഛനും മുത്തശ്ശിയും ഇപ്പോഴും റൊമാൻറ്റിക് കപ്പിൾ തന്നെയാണ്, അവൾ ഓർത്തു. പിന്നെയും അവർ രണ്ടുപേരും അവിടെ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് കൂടി പറിച്ചെടുത്തു. അതിനിടയിൽ ശ്രീദേവ് ദക്ഷയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ബാക്കിയുള്ളവർ കൂടി വന്നു. കഴിഞ്ഞില്ലേ മോനെ, മുത്തശ്ശി ചോദിച്ചു. കഴിഞ്ഞു മുത്തശ്ശി. ദേ മുത്തശ്ശി, സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി എന്ന് പറഞ്ഞ് ശ്രീദേവ് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തു. കുറച്ച് അധികം ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്, മുത്തശ്ശി പറഞ്ഞു. പിന്നെയും എല്ലാവരും കൂടി അവിടെ ചുറ്റിക്കറങ്ങിയതിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അവർ അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് മുറ്റത്ത് കാർ വന്ന് നിന്നത്. കാറിൽ നിന്നും സതീശൻ ഇറങ്ങി. കൂടെ ഇറങ്ങുന്ന കനികയെയും അമ്മയെയും കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോന്നോ, മുത്തശ്ശി ചോദിച്ചു. അവിടെ കുഴപ്പമൊന്നുമില്ല, ഒരുപാട് പേർക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു, കനിക പറഞ്ഞു. ഏത് ഹോസ്പിറ്റലാടാ, ഒരാളെ മാത്രം നിർത്തുമെന്ന് വിളിച്ച് പറയടാ. ഒരു വലിയ VIP റൂം തന്നെ എല്ലാത്തിനും കൊടുക്കാൻ, അവിടെ തന്നെ നിൽക്കാൻ പറ, വിശ്വം പതിയെ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നാഗേന്ദ്രന്, മുത്തശ്ശി ചോദിച്ചു. അല്ല, ഇവിടെ നിന്നും ബാലചന്ദ്രനും ദാദയും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരെവിടെ, മുത്തശ്ശൻ ചോദിച്ചതും. അത് ദാദിയെ അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, കനിക പറഞ്ഞു. എന്നാ നിങ്ങൾ ചെന്ന് റെസ്റ്റ് എടുക്ക്. അല്ല, ഇത് ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടല്ലോ. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന വെജിറ്റബിൾസ് നോക്കി കനികയുടെ അമ്മ ചോദിച്ചു. നാളെ വിഷു അല്ലേ, സദ്യ ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ കാര്യത്തിനുള്ള പച്ചക്കറികളാണ്, മുത്തശ്ശി പറഞ്ഞു. സതീശൻ ചേട്ടനെ കണ്ടതും, സതീഷ്, ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങിയിട്ട് വരണം. പിന്നെ ഇവിടേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ബാക്കി ആവശ്യക്കാർക്ക് കൊടുത്തോളൂ. ജോലി കഴിഞ്ഞു പോകുമ്പോൾ ഇവിടെയുള്ള പണിക്കാർക്ക് വേണമെങ്കിൽ അവർക്കും കൊടുത്തു വിട്ടോളൂ കേട്ടോ, മുത്തശ്ശി പറഞ്ഞു. സതീശൻ ചേട്ടൻ ചിരിയോടെ തലയനക്കിക്കൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു. എന്നാ ലിസ്റ്റ് തന്നാ ഇപ്പം തന്നെ പോയി വാങ്ങിയിട്ട് വരാം, ഇനി തിരക്കായിരിക്കും, സതീശൻ ചേട്ടൻ പറഞ്ഞതും, മോളെ അവിടെ മുത്തശ്ശി ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ലേ, അതൊന്ന് കൊണ്ടുവന്ന് കൊടുക്ക്, ശരണിയോട് പറഞ്ഞതും, ഇപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം അതെടുക്കാനായി പോയി. ബാക്കിയുള്ളവർ എല്ലാവരും അകത്തേക്കും കയറിപ്പോയി. നല്ലൊരു വിഷുവായിട്ട് നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, പോകുന്ന പോക്കിൽ റോയ് പറയുന്നുണ്ട്. അതിനെ നീ വിഷമിക്കാതെ, വലിയൊരു മാരണം ഒഴിവായി കിട്ടില്ലേ, അവനില്ലാതിരുന്നപ്പോൾ തന്നെ ഒരാശ്വാസമില്ലേ, വിശ്വം പറഞ്ഞു. അതൊക്കെയുണ്ട്, എന്നാലും ഇല്ല. നമ്മൾ എന്തിനാ അവരെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കണ്ട, ശങ്കർ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും അകത്തേക്ക് പോയിരുന്നു. കിച്ചണിലെ ആ നീളൻ വരാന്തയിലേക്കാണ് ദക്ഷയും കൂട്ടരും പോയത്. പറിച്ചു കൊണ്ടുവന്ന വെജിറ്റബിൾസ് എല്ലാം അവർ അവിടെ വെച്ചു. പിന്നെ നാളെ ഉണ്ടാക്കുന്ന കറികളുടെ ലിസ്റ്റും മറ്റും എന്തൊക്കെയാണെന്ന് മുത്തശ്ശിയോട് ചോദിച്ചു. അവർ പുറത്തെ വരാന്തയിൽ തന്നെ ഇരുന്നു. മുത്തശ്ശി പറയുന്നതെല്ലാം ദക്ഷ എഴുതിയെടുത്തു. കുറച്ച് ഫോൺ കോൾസും ഡിസ്കഷനും ഉണ്ട് എന്ന് പറഞ്ഞ് ശ്രീദേവും റോയും ശങ്കറും വിശ്വവും ശ്രീദേവിൻ്റെ റൂമിലേക്ക് പോയി. ദക്ഷയുടെയും മുത്തശ്ശിയുടെയും എല്ലാം കൂടെ തന്നെ മുത്തശ്ശനുമുണ്ട്. പഴയ വിഷുവിൻ്റെ കാര്യങ്ങളും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വിവാഹം കഴിഞ്ഞിട്ടുള്ള അവർ എപ്പോഴും ഓർത്തിരിക്കുന്ന നിമിഷങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അതെല്ലാം കേട്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവർ, അതിനനുസരിച്ച് ചിരിക്കുന്നുമുണ്ട്. ഒരുപാട് സമയം നീണ്ടുപോയി അവരുടെ സംസാരം. കുറേ കഴിഞ്ഞ് ശ്രീദേവും മറ്റും ഇവരെ ഹാളിലും മറ്റും അന്വേഷിച്ച് കാണാതെ വന്നപ്പോൾ അടുക്കള ഭാഗത്തേക്ക് വന്നു. അപ്പോഴാണ് എല്ലാവരും നീണ്ട വരാന്തയിൽ ഇരിക്കുന്നത് കാണുന്നത്. കിച്ചണിൽ ചേച്ചിമാർ ഉണ്ടാക്കുന്ന പലഹാരങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും, വെറുതെയല്ല ഒരെണ്ണത്തിൻ്റെയും അനക്കം കേൾക്കാതിരുന്നത്, ഇവിടെ വന്നിരുന്ന് എല്ലാം വെട്ടിയടിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ശങ്കർ അവരുടെ അടുത്ത് വന്നുകൊണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നെയ്യിലും മുത്തശ്ശിയുടെ കൈപുണ്യത്തിൽ ഉണ്ടാക്കിയ പലഹാരങ്ങളാണ്, കഴിച്ചു നോക്കണം, പിന്നെ നിങ്ങളും ഇവിടെ നിന്നും എഴുന്നേറ്റ് പോകില്ല എന്ന് പറഞ്ഞ് സാരംഗി അവളുടെ അടുത്തുണ്ടായിരുന്ന ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം അവർക്ക് നേരെ നീട്ടി. എല്ലാവരും അതെടുത്ത് കഴിച്ചു. ശരിയാ, നല്ല നെയ്യുടെയും തേങ്ങാക്കുത്തിൻ്റെയും എല്ലാത്തിൻ്റെയും രുചിയുണ്ട്, കഴിക്കുന്നതിന് ഇടയിൽ ശങ്കർ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് കനികയും നയനയും അവളുടെ കൂട്ടുകാരും കൂടി വരുന്നത്. എല്ലാം ചെറിയ 3/4 ഷോർട്ട്സും സ്ലീവ്ലെസ് ടീഷർട്ടും ഇട്ടുകൊണ്ടാണ് വരുന്നത്. അത് കണ്ടത് മുത്തശ്ശിക്ക് വിറഞ്ഞു കയറാൻ തുടങ്ങി.
മുത്തശ്ശി ദേഷ്യത്തോടെ മുത്തശ്ശനെ നോക്കിയതും മുത്തശ്ശൻ ചിരിയോടെ തല കുനിച്ചു. പിന്നെ മുത്തശ്ശി വിശ്വത്തിനെയും ശ്രീദേവിനെയും എല്ലാം നോക്കി. അവർക്ക് മുത്തശ്ശിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് അവരും മുത്തശ്ശി എന്തെങ്കിലും പറയും എന്നുള്ള പ്രതീക്ഷയിലുള്ള കാത്തിരിപ്പായിരുന്നു. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. പെട്ടെന്ന് മുത്തശ്ശിയുടെ ശബ്ദം അവിടെ വന്നതും ഞാൻ വിചാരിച്ചു എന്താ ഇത്ര ലേറ്റ് ആകുന്നത് എന്ന്. റോയ് ശങ്കറിന്റെ ചെവിയിൽ പറഞ്ഞതും മിണ്ടാതിരിക്ക്, കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആകാംക്ഷയോടെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ദക്ഷയും ശരണിയും കൂട്ടരും എല്ലാം മുത്തശ്ശി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെയുള്ള പെൺകുട്ടികളല്ലേ ഈ ഇരിക്കുന്നവർ? മുത്തശ്ശി പറഞ്ഞതും അവരെ പോലെയുള്ളതോ? ഇവരോ? റോയ് കനകയെയും കൂട്ടരെയും പിന്നെ ദക്ഷയെയും കൂട്ടരെയും നോക്കി. ഇതുപോലെയുള്ള വേഷങ്ങൾ ഈ നാട്ടിൻപുറങ്ങളിൽ വരുമ്പോൾ ഇടാൻ പാടില്ല. ഇതൊരു വില്ലേജാണ്. ഇവിടെ അതിൻ്റെതായ രീതിയിൽ വസ്ത്രധാരണങ്ങളും എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അതിൻ്റെതായ രീതിയിലുള്ള വസ്ത്രധാരണം വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതുമാതിരിയുള്ള ഡ്രസ്സുകളിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കുർത്തയോ ചുരിദാറോ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇടുന്നത് പോലെയുള്ള ഫുൾ ലെങ്ത് ആയിട്ടുള്ള പാൻറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷേ ഇത് മാത്രം ഇവിടെ പറ്റില്ല, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി, ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് കൂടുതലും. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഞങ്ങൾ കൂടുതലും പുറത്തല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള വസ്ത്രങ്ങളാണ് ഞങ്ങൾ കൂടുതലും കൊണ്ടു നടക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക? നയനിയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഞാൻ ഷോപ്പിൽ നിന്നും എത്തിക്കാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പോയി എടുക്കുകയാണെങ്കിൽ അങ്ങനെ. എന്തായാലും ഇവിടെ ഈ വേഷത്തിൽ നടക്കാൻ പറ്റില്ല, മുത്തശ്ശി തീർത്ത് പറഞ്ഞു. മുത്തശ്ശി അത് പറയുമ്പോൾ കനികയും നയനയും എല്ലാം നോക്കിയത് ദക്ഷയും കൂട്ടരെയുമാണ്. അവർ അവരെ നോക്കുന്നുണ്ടെങ്കിലും എല്ലാവരും കയ്യിലിരിക്കുന്ന പലഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ മുന്നിലെ കുട്ടകളിലായി നിറയെ ഇരിക്കുന്ന പലഹാരങ്ങൾ കാണുന്നത്. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കിയതാണോ? അവർ കഴിക്കുന്നത് കണ്ട് ആ സമയത്തെ അവസ്ഥ മാറാൻ വേണ്ടി കനിക ചോദിച്ചു. അതെ, ഇവിടെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളാണ് കിച്ചണിലെ ചേച്ചിമാർ ഉണ്ടാക്കുന്നത്. ഇത് ചൂടാറിയിട്ട് ടിന്നിലിട്ട് വെക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ്, ശരണ്യ പറഞ്ഞതും അതിന് ഇതിനി ഇട്ട് വെക്കാൻ ഉണ്ടാകുമോ? റോയ് ചോദിച്ചു. ചുമ്മാതിരി റോയ്, അവർ കഴിക്കട്ടെ. അവർ കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ മതി, മുത്തശ്ശൻ പറഞ്ഞു. ഇത് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി ഒരു പാത്രത്തിലേക്ക് അവർ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പലഹാരങ്ങളിലും കുറേശ്ശെ എടുത്തിട്ട് കൊടുത്തു. അതിൽ നോക്കിക്കൊണ്ടിരുന്ന അവർ, ഇത് നിറയെ എണ്ണയാണ്, ഇത് എണ്ണയിൽ വറക്കുന്നതല്ലേ, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ, നയന പറഞ്ഞതും വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ മര്യാദയ്ക്ക് ചോദിച്ചു എന്നേ ഉള്ളൂ. കയ്യിലിരിക്കുന്ന അച്ചപ്പം കടിച്ചുകൊണ്ട് ഭാനു പറഞ്ഞു. ദാ സതീശൻ വരുന്നുണ്ടല്ലോ, സതീശൻ്റെ ഒപ്പം നിങ്ങളും ഷോപ്പിങ്ങിന് വേണ്ടി പോയിട്ട് വരൂ, ഡ്രസ്സുകൾ എടുത്തിട്ട് വരൂ. ഇനി എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകുമല്ലോ, അപ്പോൾ ഇതുപോലുള്ള വസ്ത്രങ്ങൾ ഇടുന്നത് ശരിയാവില്ല, മുത്തശ്ശി പറഞ്ഞു. അത് ഇഷ്ടപ്പെടാത്തതുപോലെ കനികയും നയനയും പരസ്പരം നോക്കി. ഞങ്ങൾ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് നയന നടന്നു പോയി. വേണ്ടായിരുന്നുടോ, കുട്ടികളല്ലേ, അതിനിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, മുത്തശ്ശൻ പറഞ്ഞു. വേണ്ട, ഇവർക്കിടാമെങ്കിൽ അവർക്കും ഇട്ടാൽ എന്താ കുഴപ്പം? ഇവരും ഇവിടെ വന്ന് ഇവരുടെ ഇഷ്ടങ്ങളും ഇവരുടെ വസ്ത്രധാരണങ്ങളും മാറ്റിയില്ലേ, അതുപോലെ അവർക്കും ചെയ്താൽ എന്താ? ഇവരെ പോലെ തന്നെയുള്ള പെൺകുട്ടികളല്ലേ അവരും, മുത്തശ്ശി പറഞ്ഞു. എന്നാൽ ആൺകുട്ടികൾ ഇതൊന്നും കാര്യമാക്കാതെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലഹാരത്തിൽ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത് കണ്ടതും, മുത്തശ്ശി ഇത് കണ്ടോ, ഈ അച്ചപ്പവും കുഴലപ്പവും എല്ലാം ഒടിക്കുന്നു, ഭാനു ഒച്ചയെടുക്കാൻ തുടങ്ങി. ഇവരിപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല. ബിസിനസ് ലോകത്തെ പുലികളാണ് ഈ കിടന്ന പിള്ളേരെ പോലെ വഴക്കുണ്ടാക്കുന്നത്, മുത്തശ്ശൻ പറഞ്ഞു. മുത്തശ്ശി, ആകെ കൂടി കിട്ടുന്ന കുറച്ച് ദിവസങ്ങളാണ്. ഞങ്ങൾ ബിസിനസ് എല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ ചെറുപ്പകാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിശ്വം പറഞ്ഞു. അയ്യോ, അത് വേണോ? ഞങ്ങളുടെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഓവറാകില്ലേ? ഞങ്ങളുടെ ചെറുപ്പകാലത്തിന് എന്താടി കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴേ ബുദ്ധിയില്ല. അപ്പോൾ ചെറുപ്പകാലത്ത് ഒട്ടും ഉണ്ടായി കാണില്ലല്ലോ, അവൾ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് എല്ലാവരും കൂടിയുള്ള വഴക്ക് കൂടലും കളിയും തമാശകളും എല്ലാമായി മുന്നോട്ട് പോയി. വൈകുന്നേരമായപ്പോഴേക്കും ഓരോ സാധനങ്ങളുമായി മുത്തശ്ശി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ശ്രീദേവിൻ്റെ അമ്മയും ശ്രീദേവിൻ്റെ അച്ഛനും ദാദയും ദാദിയും എല്ലാം വന്നു. പിന്നീട് ശ്രീദേവിൻ്റെ അമ്മയും കിച്ചണിൽ അവരുടെ ഒപ്പം തന്നെ കൂടി. അല്ല, കനികയും നയനയും ചേച്ചിയെയും ഒന്നും കണ്ടില്ലല്ലോ, ശ്രീദേവിൻ്റെ അമ്മ പറഞ്ഞു.
അമ്മയ്ക്ക് പോയി നോക്കാൻ പാടില്ലേ? അവര് ദേ തൊട്ടപ്പുറത്ത് തന്നെ ഇല്ലേ? എന്തെടുക്കാണെന്ന് നോക്ക്. ഇനി വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുത്തോ അമ്മ. ശരണ്യ പറഞ്ഞു. അവളുടെ ഇഷ്ടക്കേട് മനസ്സിലായതുപോലെ മുത്തശ്ശി അവളെ നോക്കി ചിരിച്ചു. എൻ്റെ പൊന്നാൻറ്റി, അവര് അവിടെ എങ്ങനെ നിന്നോട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ പോകുന്നു. ഭാവനി പറഞ്ഞതും എന്തിൻ്റെ കോൺസെൻട്രേഷൻ? ദേ ഈ അവിയലിന് അരിയുന്നത് കണ്ടോ, എല്ലാം കറക്റ്റ് അളവിലായിരിക്കണമെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ദേ അളവെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ശ്രദ്ധ പോകും, ഭാനു പറഞ്ഞു. പിന്നെ നീ വീടിൻ്റെ പ്ലാനാണല്ലോ വരയ്ക്കുന്നത്, ശ്രദ്ധ പോകാൻ. എന്നെ പൊടിയോടെന്ന് ശ്രീകുട്ടി കളിയാക്കി. നിനക്കങ്ങനെ പറയാം, നീ എന്താ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത്? നീ ഈ പൊട്ടറ്റോ പീൽ ചെയ്യുന്നതല്ലേ? ദേ ഇവൾക്ക് ചേന എടുത്തു കൊടുക്ക്, അവൾക്ക് ചൊറിയുന്നുണ്ട്, കുറച്ചുകൂടി ചൊറിഞ്ഞോട്ടെ, ഭാനു പറഞ്ഞു. അപ്പോഴാണ് കിച്ചണിലേക്ക് സതീശൻ ചേട്ടൻ വരുന്നത്. ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ? എല്ലാം അവിടെ നിന്നും എത്തിച്ചില്ലേ? അയാൾ ചോദിച്ചു. എല്ലാം എത്തിച്ചു, ഓരോന്നായി ഉണ്ടാക്കി തുടങ്ങി. നാളെ രാവിലെ സതീഷ കുറച്ച് നാളികേരം റെഡിയാക്കി വെക്കണം കേട്ടോ, മുത്തശ്ശി പറഞ്ഞു. ആ അതെല്ലാം റെഡിയാക്കാം. ആ മോളെ, നീ ചെന്ന് നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്ക്, ഞങ്ങളെല്ലാം പിന്നെ കഴിച്ചോളാം, മുത്തശ്ശി പറഞ്ഞു. അത് ശരിയാ, അമ്മ ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുത്ത് വേഗം കിടത്തി ഉറക്കാൻ നോക്കിക്കേ, ഞങ്ങൾക്ക് ഇന്ന് ഉറക്കമില്ല അല്ലേ മുത്തശ്ശി? ശരണ്യ വലിയ കാര്യം പറയുന്നത് പോലെ പറയുന്നുണ്ട്. അതിന് ഇന്ന് ഒരുപാട് പണിയുണ്ടോ അമ്മ? ശ്രീദേവിൻ്റെ അമ്മ ചോദിച്ചു. എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കുമല്ലോ, ഇത്രയും ആളുകളുള്ളതല്ലേ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി, ഇത്രയും പാടായിരുന്നെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ മുത്തശ്ശിയും ഈ ചേച്ചിമാരും കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ. അത് കണ്ടുകൊണ്ട് ദക്ഷ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ ആസ്വദിച്ച് കഴിക്കില്ലേ, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്, മുത്തശ്ശി പറഞ്ഞു. ആ പിന്നെ രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേക്കണം. മോളെ ദക്ഷ, മക്കളെ എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടേ പൂജാമുറിയിൽ കണി ഒരുക്കിക്കോളൂ കേട്ടോ, മുത്തശ്ശി പറഞ്ഞു. ശരി മുത്തശ്ശി, എന്നാ ചെന്ന് എല്ലാവരും ഫ്രഷ് ആയിട്ട് വാ. സതീഷേ, പൂവെല്ലാം വാങ്ങിയിട്ടില്ലേ, മുത്തശ്ശി ചോദിച്ചു. എല്ലാം വാങ്ങിയിട്ടുണ്ട്, എല്ലാം പൂജാമുറിയുടെ അവിടെ വെച്ചിട്ടുണ്ട്, സതീശൻ ചേട്ടൻ പറഞ്ഞു. അപ്പോഴേക്കും ദക്ഷയും കൂട്ടരും അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. അവർ ഫ്രഷായി വന്ന് എല്ലാവരും കൂടി പൂജാമുറിയിലേക്ക് കയറി. പൂജാമുറിയിൽ കണി ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം സതീശൻ ചേട്ടൻ പൂജാമുറിയുടെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ കൃഷ്ണ വിഗ്രഹം തന്നെയുണ്ട് പൂജാമുറിയിൽ. അതിൻ്റെ മുന്നിലായി ഓട്ടുരുളി, വലിയ കണ്ണാടി, നിലവിളക്ക്, നാണയങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, കണിക്കൊന്ന പൂക്കൾ, അരി, പഴങ്ങൾ എന്നു വേണ്ട എല്ലാ സാധനങ്ങളും ദക്ഷയും കൂട്ടരും ഒരുക്കി. പൂജാമുറി മുഴുവനും പൂക്കളാൽ അലങ്കരിച്ചു. അവർ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കനികയും അവരുടെ ഫാമിലിയിൽ എല്ലാവരും കൂടി വരുന്നത്. ഇതെന്താ ഈ കാണിക്കുന്നത്, കനിക ചോദിച്ചു. ഇത് വിഷുക്കണി ഒരുക്കുന്നതാണ്. ഓ, ഇതെങ്ങനെയാ, നമ്മൾ വന്ന് കാണണോ? അതെ, രാവിലെ വന്ന് കണ്ണടച്ച് എഴുന്നേറ്റ് വിഷു കണി കാണണം. അതിനുശേഷം മുത്തച്ഛൻ എല്ലാവർക്കും വിഷു കൈനീട്ടവും വിഷു കോടിയും നൽകും. പിന്നീട് നമ്മൾ ആ വിഷു കോടിയൊക്കെ എടുത്തിട്ട് വന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ വിഷു സദ്യ കഴിക്കും. അങ്ങനെയാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. ശ്രീകുട്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴേക്കും മുത്തശ്ശിയും കിച്ചണിൽ നിന്ന് വന്നു. കൊള്ളാലോ, ഇത്രയും ഭംഗിയായ ഒരു വിഷുക്കണി ഇതുവരെയും ഞാനിവിടെ വെച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടായിരുന്നു ഞാൻ വിഷുക്കണി ഒരുക്കിയിരുന്നത്. എന്തായാലും ഇപ്രാവശ്യത്തെ വിഷുക്കണി നന്നായിട്ടുണ്ട്, മുത്തശ്ശി പറഞ്ഞതും കനിക അവളുടെ ഫോണിൽ വിഷുക്കണിയുടെയും അത് ഒരുക്കുന്ന ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ശ്രീദേവും വിഷുവും ദക്ഷയും എല്ലാം സോഫയിൽ ഇരിക്കുന്നുമുണ്ട്. എല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയതും എന്നാ ഇനി മക്കൾ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അവരെല്ലാം ഭക്ഷണം കഴിച്ചു, മുത്തശ്ശി പറഞ്ഞു. പിന്നീട് ദക്ഷയും കൂട്ടരും ശ്രീദേവും കൂട്ടരും മുത്തശ്ശിയും മുത്തച്ഛനും ശ്രീദേവിൻ്റെ അമ്മയും അച്ഛനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. ശ്രീദേവിൻ്റെ അച്ഛനെ ഭക്ഷണം കഴിക്കാൻ ദാദിയും ഇരുന്നപ്പോൾ വിളിച്ചതാണ്. അദ്ദേഹം ഫോൺ കോളുണ്ട് എന്ന് പറഞ്ഞ് മാറിപ്പോവുകയായിരുന്നു. പിന്നീട് അവരുടെ ഒപ്പം വന്ന് ശ്രീദേവിൻ്റെ അച്ഛനും ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. ഇതേ സമയം സായുജും സഞ്ജീവും തറവാട്ടിലെത്തിയിരുന്നു. അവരെ കണ്ടതും മുത്തച്ഛനും മുത്തശ്ശിയും അവരുടെ അച്ഛനമ്മമാരും എല്ലാം ഓടി അടുത്തേക്ക് വന്നു. എത്ര നാളായി മക്കളെ കണ്ടിട്ട്,
ബിസിനസ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണമെന്നുള്ള ചിന്തയേ ഇല്ല അല്ലേ? മുത്തശ്ശി പരിഭവം പറയുകയാണ്. മുത്തശ്ശി തിരക്കായിരുന്നു. ഇപ്പോൾ ഒരു ടെൻഡർ നടക്കുന്നുണ്ട്, അതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ടല്ലേ മുത്തശ്ശി? എന്നാലും ദേ വിഷുവിന് ഞങ്ങൾ എത്തിയില്ലേ? വരാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല, പക്ഷേ ദേ ഞങ്ങൾ എത്തി. അത് പോരെ മുത്തശ്ശിക്ക്? സഞ്ജീവ് മുത്തശ്ശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് മതി മുത്തശ്ശിക്ക്. എന്തായാലും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് ദേ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുത്തശ്ശി, എല്ലാം കഴിക്കാൻ. കുളത്തിൽ പോയി കുളിച്ചിട്ട് വന്നോളൂ എന്നാ മുത്തശ്ശി പറഞ്ഞു. അതത്രയേ ഉള്ളൂ. ഇവിടെ വന്നാൽ കുളത്തിൽ കുളിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല, സഞ്ജീവ് പറഞ്ഞു. ഏട്ടാ ഞാനും വരുന്നേ, എന്നാ വേഗം പോയി റെഡിയായിട്ട് വാ, സഞ്ജീവ് പറഞ്ഞുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി. പെട്ടെന്നാണ് സായുജിൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അവനത് എടുത്തു നോക്കി. അത് കനികയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്നിരിക്കുന്ന ഫോട്ടോസുകളായിരുന്നു. അവൻ അതെല്ലാം സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ഒന്നിലുടക്കിയത്. അവനത് സൂം ചെയ്ത് നോക്കിയതും വേഗം ഫോണുമായി സഞ്ജീവിൻ്റെ റൂമിലേക്ക് ചെന്നു. ഏട്ടാ ദേ ഈ ഫോട്ടോ നോക്കിക്കേ എന്ന് പറഞ്ഞ് അവൻ കയ്യിലെ ഫോൺ സഞ്ജീവിന് കൊടുത്തു. ഫോട്ടോയിലേക്ക് നോക്കിയ സഞ്ജീവിൻ്റെ പുരികം ചുളുങ്ങി. ദക്ഷിണ, അവളെങ്ങനെ കനികയുടെ വീട്ടിൽ? സഞ്ജീവ് ചോദിച്ചു. ഏട്ടാ ഇത് കനികയുടെ വീടല്ല, ശ്രീദേവിൻ്റെ തറവാടാണ്, സായുജ് പറഞ്ഞതും സഞ്ജീവ് ഞെട്ടലോടെ സായുജിനെ നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ സ്റ്റോറിയിൽ ഒത്തിരി കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. ഞാനിത് വൈകുന്നേരം ചെയ്യുന്നതിൻ്റെയാണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.